വരാൻ പോകുന്ന ഓസ്കാറൊക്കെ ഒന്ന് പൊടിതട്ടി വെച്ചു. കാരണം ഒരു ഒന്നൊന്നര ഐറ്റം വന്നിട്ടുണ്ട്. സംഭവത്തിൻ്റെ പേരാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നമ്മുടെ ലിയാനോഡോ ഡിക്കാപ്രിയോ ഒക്കെ മെയിൻ നായകനായിട്ട് വരുന്ന പോൾ തോമസ് ആൻഡേഴ്സൺ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് ഐറ്റം. അതിൽ കുറഞ്ഞൊന്നും പറയാനില്ല. കാരണം എന്നടാ പണി വെച്ചിരിക്കുക, എന്ത് സാധനം ഇത്. പടം തുടങ്ങി അങ്ങ് തീരുന്ന പോയിന്റ് വരെ നമുക്കൊരു ഹുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊന്നു മക്കളെ ഒരു രക്ഷയില്ലാത്ത ഫീലായിരിക്കും ഈ ഒരു സിനിമ വരുന്നത്. കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കൊള്ളട്ടെ, മേക്കിംഗ് സ്റ്റൈൽ ആയിക്കൊള്ളട്ടെ, പെർഫോമൻസ് ഒന്നും പറയാനില്ല. കാരണം എനിക്ക് തോന്നുന്നു 2023 കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണിൽ അഭിനയിച്ചിട്ട് നമ്മുടെ ഡിക്കാപ്രിയോയ്ക്ക് ഓസ്കാർ നോമിനേഷൻ പോലും കിട്ടിയില്ലായിരുന്നു. പക്ഷേ എന്താ വാട്ടി പുള്ളി വിടാൻ ചാൻസ് ഇല്ല. കാരണം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് പുള്ളി നടത്തിയിരിക്കുന്നത്. പുള്ളി മാത്രമല്ല, ഷോൺ പെൻ എന്ന് പറയുന്നൊരു ആക്ടറുണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്തെ മെയിൻ വില്ലനായിട്ട് വരുന്ന ആളാണ് പുള്ളിക്കാരൻ. ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ടറിനുള്ള നോമിനേഷൻസ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉള്ള ഒരു ആക്ടറാണ്. കാരണം പുള്ളിയും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഓസ്കാറൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം എനിക്ക് ഈ വർഷം ആക്ച്വലി ഈ 2025 F1 ഒഴികെ ബാക്കി ഏത് സിനിമ കണ്ടാലും ഒരു ഓസ്കാർ വൃത്തിയായിട്ട്, അല്ലെങ്കിൽ ഓക്കെ ഒരു നേരത്തെ 2023, 2024 ഒരു ഓസ്കാർ നോമിനേഷൻസ് പോകാൻ മാത്രമുള്ള സിനിമകളൊന്നും കണ്ടൊരു ഫീൽ ഇല്ലായിരുന്നു. ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഓക്കെ നൈസാണ്, കിടുവാണെന്നുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഓസ്കാർ അടിക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ എന്ന് തോന്നുന്ന സിനിമകൾ വളരെ വളരെ ചുരുക്കമായിരുന്നു. ഇപ്പം ബ്രിങ് ഹർ ബാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നു. അതൊക്കെ പിന്നെ നമുക്കൊരു തോന്നും, ഒരു ഓസ്കാർ ലെവലിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നും. പക്ഷേ വേറൊന്നും അങ്ങനെ തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് എന്ത് ലെവലിലാണ് സാധനം എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയാം. ആബ്സല്യൂട്ട് സിനിമ, അത്രേ പറയാനുള്ളൂ. സിനിമയുടെ ഒരു സ്റ്റോറി ലൈനിലേക്ക് കടക്കാനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് ഒരു റവല്യൂഷണറി ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ പേരാണ് ദ ഫ്രഞ്ച് 75. ഈ ഫ്രഞ്ച് 75ൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ പോരാടുക, അവരുടെ നയങ്ങൾക്കെതിരെ, അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയ്ക്കെതിരെ പോരാടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇമിഗ്രൻസിനൊക്കെതിരെ ഒരുപാട് റൂൾസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന പല ഇമിഗ്രൻസിനെയും പിടിച്ച് ഡിറ്റൻഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടിടുന്ന പരിപാടിയുണ്ട്. സോ ഇവരുടെ ഈ ഒരു ഫ്രഞ്ച് 75ൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഡിറ്റൻഷൻ സെൻറ്ററിലേക്കൊക്കെ ചെന്ന് അവിടെയുള്ള അഭയാർത്ഥികളെ മോചിതരാക്കുക, അതുപോലെ തന്നെ ബാങ്കിൽ പോയി കൊള്ളയടിക്കുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഓഫീസസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പോയിട്ട് ബോംബിടുക. ഇപ്പം പവേഴ്സൊക്കെ സിറ്റിയിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കൻ സിറ്റീസിലേക്ക് ചെല്ലുന്ന പവേഴ്സൊക്കെ ബോംബിട്ട് പൊട്ടിക്കുക. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പം അതിൽപ്പെട്ട 2 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഡിക്കാപ്രിയോ അവതരിപ്പിക്കുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാമുകി. ഈ 2 പേരുമാണ് ഈ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഐ മീൻ തുടക്കത്തിൽ. ആൻഡ് ഇവർ 2 പേരും ഇവരുടെ ഈ ഒരു പരിപാടി ഇങ്ങനെ ചെയ്തു പോകുന്നതിനിടയ്ക്ക് ഡിക്കാപ്രിയോയുടെ കാമുകി ഒരു ആർമി ഓഫീസറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഒരു സർട്ടൺ പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേനും ഡിക്കാപ്രിയോ തൻ്റെ ആ ഒരു റെവല്യൂഷണറി ജീവിതമൊക്കെ വിട്ടിട്ട് സ്വൈര്യ ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാരണം ഇവർക്ക് 2 പേർക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നുണ്ട്. ആ കുട്ടിയെ നോക്കി പോകണം എന്നുള്ള രീതിക്കാണ് ഡിക്കാപ്രിയോ തൻ്റെ ജീവിതം ആ ഒരു രീതിക്ക് കൊണ്ടുപോകുന്നു. കാമുകി തൻ്റെ റെവല്യൂഷൻ പരിപാടീസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ കാണിക്കുന്നത്. അപ്പം വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് പല രാജ്യങ്ങളിലായിട്ട്, ഇപ്പം ഞാനിവിടെ UK താമസിക്കുന്നത്. UK ഒരുപാട് ഇന്ത്യൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഇമിഗ്രൻസ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്കെതിരെ ആണെങ്കിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈവൻ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഇത് ആൾക്കാർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ കൂടെ ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മേ ബി ഗവൺമെൻറ്റും ഇൻവോൾവ് ആണോ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിക്കുള്ള ഒരുപാട് പരിപാടീസ് പല രാജ്യങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അതായത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. ഈ കാരണം കൊണ്ടാണ് ഓസ്കാറിലൊക്കെ മേ ബി ഷൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം സിനിമയുടെ ആ ഒരു പ്ലോട്ടിൽ നിന്നൊക്കെ മാറി ഇതിനകത്തെ ബാക്കി സംഭവങ്ങളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആബ്സല്യൂട്ട്ലി പീക്കാണ്. ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ക്യാമറാസ് ഒന്നുമല്ല, ഏതോ ഒരു പഴയ ക്യാമറ ഉപയോഗിച്ചിട്ടെങ്ങാണ്ടാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം സിനിമയുടെ ഒരു ടോൺ എന്ന് തന്നെ പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ടെറൈൻ, ഇപ്പം മെക്സിക്കോ അതുപോലെ തന്നെ കാലിഫോർണിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ടെറൈനിൽ, ഇപ്പം മെക്സിക്കൻ ടെറൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല നോ കൺട്രി ഫോർ ഓൾഡ് മാനകത്തൊക്കെ കണ്ടിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ലുക്ക് ഉണ്ടല്ലോ, ആ ഒരു ഓറഞ്ചിഷ് സംഭവം ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി ഈ ഒരു സിനിമയ്ക്കകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കണ്ടുപോകാൻ ഭയങ്കര രസമാണ്. എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് മൂവീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിക്ക് പോകുന്ന സിനിമകളോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ അത്രയും ഹുക്കടിച്ചിരുന്ന് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഒരുപാട് വമ്പൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒന്നുമില്ല. ഇടയ്ക്ക് പിയാനോ വെച്ചൊരു സാധനം ഉണ്ട്, അത് ഇങ്ങനെ അടിച്ചടിച്ച് പോവുകയാണ്. ഈ സാധനം കേൾക്കുമ്പോഴത്തേന് സ്ക്രീനിലോട്ട് നോക്കിയിരിക്കാൻ തോന്നും. ഈവൻ ഉറക്കം വരുന്നവനും പോലും അത് ഉറങ്ങാൻ പറ്റൂല, ഈ സിനിമ കണ്ടുപോകാൻ തോന്നിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയും നമുക്ക് ലാഗ് അടിക്കില്ല എന്ന്. ഈവൻ നിങ്ങൾ സിനിമ കണ്ടു പോകുന്ന സമയത്ത് ലാഗ് അടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ
പിയാനോടെ സാധനം വരും. സോ എനിക്ക് ടോട്ടലി ലാഗോ പരിപാടീസ് ഒന്നും തോന്നില്ല. കാരണം ഇതിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. അതായത് ഒരു മേജർ ഇവൻറ്റ് നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മേജർ സംഭവം സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിനിടയിലൂടെ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഓടുന്ന ക്യാരക്ടറാണ് നമ്മുടെ ഡിക്കാപ്രിയോയുടേത്. അപ്പോൾ ഈ പുള്ളിക്കൊപ്പം ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ ഇങ്ങനെ അടിച്ചു കൂത്തി പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസത്തോടെ കണ്ടിരിക്കാൻ പറ്റും. ആൻഡ് എടുത്ത് പറയേണ്ടത് ഡിക്കാപ്രിയോയുടെ പെർഫോമൻസ്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓസ്കാർ അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ഒരു വെഗ്ഗിളി ക്യാരക്ടറാണ്, ഒരു ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആയിട്ട് വെഗ്ഗിളി പിടിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം പുള്ളിക്കാരൻ ചെയ്ത് കൂട്ടുന്ന പരിപാടീസൊക്കെ അത് ഭയങ്കര കോമഡി ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒരു ഡാർക്ക് ഫണ്ണി മൂവിയാണ്, അല്ലാണ്ട് മൊത്തത്തിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ച് പോകുന്നല്ല. ഒരുപാട് ചിരിക്കാനുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ കാണിച്ചു കൂട്ടുന്ന ചില പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ചാവും. ഒരു എസ്കേപ്പ് സീനൊക്കെ ഉണ്ട്. എസ്കേപ്പ് സീനിനിടയ്ക്ക് ചാടി അങ്ങ് പോകുന്നതിനിടയ്ക്ക് ഒരു വലിയ കെട്ടിടത്തിൻ്റെ മണ്ണെന്ന് അടിച്ചു കൊത്തി താഴോട്ട് വരുന്ന സീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സീക്വൻസുകൾ ചിരിക്കാനും ഉണ്ട്. അപ്പം ഡിക്കാപ്രിയോയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളി അഴിഞ്ഞാടുമായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു കഴിവുണ്ട്. അതായത് ചില ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി മറ്റേ പരകായ പ്രവേശനം നടത്തി അങ്ങ് അഴിഞ്ഞാടും. ആ ലെവൽ പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള സപ്പോർട്ടിംഗ് റോളിൽ വന്നിട്ടുള്ള ഷോൺ പെൻ, പുള്ളിക്കാരൻ്റെ ആ ഒരു ആർമി ഓഫീസറിൻ്റെ റോളും ആബ്സല്യൂട്ട്ലി പീക്കാണ്. ഒന്നും പറയാനില്ല. കാരണം പുള്ളി അമ്മാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്നവരും നിന്നവരും പോയവനും ഒക്കെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കാണിച്ച് വെച്ചിരിക്കുന്നത്. ആൻഡ് സിനിമ തരക്കേടില്ലാത്ത രീതിക്ക്, അതായത് നൈസായിട്ട് കൊണ്ട് എൻഡും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കുഴപ്പമില്ലാത്ത രീതിക്കാണ് സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ളൊരു പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇതിൻ്റെ സ്റ്റോറി ലൈനും പരിപാടീസും ഒന്നും സ്പൂൺ ഫീഡ് ചെയ്തല്ല പോകുന്നത്. എല്ലാം പറഞ്ഞ് പോവുകയാണ്. അതായത് ഒരു രീതിക്ക് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ഡയലോഗ്സിലൂടെ. പിന്നെ ഒരുപാട് സീക്രട്ട് സൊസൈറ്റി അല്ല, സീക്രട്ട് സൊസൈറ്റീസിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇല്ലുമിനാറ്റിയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. സോ അങ്ങനെയുള്ള ഒരു സാധനത്തിനെ പറ്റിയും ഈ ഒരു സിനിമ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതൊരു നോവലിനെ ബേസ് ചെയ്തും കണ്ട് എടുത്തിരിക്കുന്ന സിനിമയാണ്. സോ ഇതൊരു റിയൽ ലൈഫ് സംഭവങ്ങളോ കാര്യങ്ങളോ ബേസ് ചെയ്ത് ബട്ട് സിനിമ കാണുന്ന സമയത്ത് ഇത് യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തെടുത്തേക്കുന്നതാണോ എന്ന് നമുക്ക് തോന്നും. കാരണം അത്ര റിയൽസാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. ഇപ്പം കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമയുണ്ടായിരുന്നു സിവിൽ വാർ. ആ ഒരു സെയിം പരിപാടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് രീതിക്കാണ് ഈ ഒരു സിനിമയും പോകുന്നത്. ബട്ട് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറി, ഡിഫറെൻറ്റ് രീതി. ആൻഡ് സിനിമയുടെ സ്റ്റോറി ലൈനെന്നും പറയുന്നത്, അതായത് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ റെവല്യൂഷനും പരിപാടീസും ഒക്കെ കഴിഞ്ഞ സിനിമ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ക്ലീഷേ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈസി ആയിട്ട് മേ ബി പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ പോകൂ എന്നുള്ള രീതിക്ക് നമുക്ക് ഒരു സിമ്പിൾ സ്റ്റോറിയാണ് സിനിമയ്ക്കുള്ളത്. പക്ഷേ അതിനെ എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ക്യാമറ ആംഗിൾസ് ആയിക്കോട്ടെ, ഷോർട്ട്സ് ആയിക്കോട്ടെ, ഓരോ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ പ്രസൻറ്റേഷൻ, അവരുടെ പെർഫോമൻസുകൾ, ഈ പരിപാടിയൊക്കെ പക്കായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. ഇതിനകത്തൊരു സെൻസയുടെ ക്യാരക്ടറൊക്കെ ഉണ്ട്. പുള്ളിക്കാരനൊക്കെ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത സമയത്തായിരിക്കും ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ ക്യാരക്ടേഴ്സ് കാരണം ഒട്ടും വിചാരിക്കാതെ, ഇപ്പോൾ ഈ സ്റ്റോറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇതിനൊരു ഒഴുക്കുണ്ട്, ഈ സ്റ്റോറി ഇവിടെ തുടങ്ങി ഇവിടെ മേ ബി അവസാനിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പരിപാടി ചെന്ന് തീരുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നടക്കുന്ന കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ. അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഒരുപാട് കോമഡീസും ഉണ്ട്. ഡാർക്ക് ഫണ്ണി ആയിട്ടുള്ള കോമഡീസൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കുത്തിയിരുന്ന് ചിരിക്കാനും പറ്റും. അപ്പോൾ മൊത്തത്തിൽ പറയാനാണ് എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ബട്ട് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ, അത് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം ഇനിയിപ്പോൾ ഞാനിത് റിവ്യൂ ഇട്ട് എനിക്ക് കിട്ടില്ല എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ട് ചില ആൾക്കാർ പോയി കണ്ടു കഴിഞ്ഞാൽ മേ ബി ആ ഒരു കൈൻഡ് ഓഫ് ഹുക്കും പരിപാടീസും ഒന്നും കിട്ടണമെന്നില്ല. കാരണം ഞാൻ തിയേറ്ററിൽ ഇരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേർക്കൊന്നും ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല. സോ ഇറ്റ്സ് ടോട്ടലി ഒരു എന്താ പറയുക, ചില ആൾക്കാർക്ക് ഫക്കിംഗ് മാസ്റ്റർ പീസായിട്ടും ചില ആൾക്കാർക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നാത്ത ഒരു പടമായിരിക്കും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഓസ്കാറിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ വർഷം വേറെ വലിയ പെർഫോമൻസുകളോ പരിപാടീസോ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിക്കാപ്രിയോ മിക്കവാറും ഓസ്കാർ തൂക്കാൻ ചാൻസ് ഉണ്ട്. ഷോൺ പെൻ ഓസ്കാർ തൂക്കാൻ ചാൻസ് ഉണ്ട്. മിനിമം ഇവരുടെ നോമിനേഷൻസ് വരെ വന്ന് കയറാനുള്ള ചാൻസസ് വളരെ ഏറെയാണ്. ഡയറക്ഷന് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമ മേ ബി തൂക്കാൻ ചാൻസ് ഉണ്ട്. So let's wait for that.